ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്നത്തെ നമ്മളെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ വയ്യ പറഞ്ഞുതരാം എന്തൊക്കെ സംഭവം എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇത്രയിലേക്കാണ്. ഇതെനിക്ക് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഒരു മാംഗോ ജ്യൂസാണ്. സോ എന്താന്ന് പറയണതെന്ന് വെച്ചാൽ ഇതിൽ മാംഗോ നമുക്ക് ഇങ്ങനെ കടിക്കാനും ഉണ്ടാവും, നല്ല ടേസ്റ്റ് അത്. പിന്നെ ഒരു ചിക്കൻ റോളും ഉണ്ടായിരുന്നു, ബട്ട് അവർ ചിക്കൻ റോളാണ് പറഞ്ഞിട്ട് തന്നത്, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. നമ്മൾ പോകുന്ന സ്ഥലം ഏതാന്ന് കറക്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് പോയത് നമ്മൾ കിങ് അബ്ദുൽ അസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ, അതായത് ഇത്ര എന്നാണ് അതിന് പറയുക ഷോർട്ടായിട്ട്. ആദ്യം ഞാനിതിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. സംഭവം എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലൊരു വലിയൊരു എന്താ പറയുക നമ്മളെ ലൈബ്രറി ഇല്ലേ, അതാണ് സംഭവം ഉള്ളത്. ഇതിൻ്റെ പുറഭാഗം തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉൾഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കയറി പാടെ തന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു, കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല്ലേ എന്നൊക്കെയുള്ള. കയറി പാടെ കണ്ടത് ഇവരൊരു മ്യൂസിക് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ വല്ല ഇങ്ങനെ മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മ്യൂസിയം കേട്ട് ഞങ്ങൾ കുറേ അവിടെ നിന്നുണ്ട്. പിന്നെ ഞങ്ങൾ മൊത്തം ഒന്ന് ചുറ്റി കാണാൻ നോക്കി. സോ അപ്പോൾ കണ്ടതാണ് ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാവരും. അതും കണ്ട് ഞങ്ങൾ നേരെ പോയത് മേലത്തെ സെക്ഷനിലേക്കാണ്. സോ നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ ബുക്കുകളുണ്ട്. അതായത് എന്താ പറയുക, വലിയൊരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നിട്ട് നമുക്ക് വേണ്ട ബുക്ക് പർച്ചേസും ചെയ്യാം, പിന്നെ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ വായിക്കാനും പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളത്തിൽ സെറ്റപ്പ്. കുറേ ബുക്കുണ്ട്, നല്ല ഭംഗിയിൻ്റെ ഉള്ളത് ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാവും. പക്ഷേ എനിക്ക് തന്നെ ഫോട്ടോ എടുക്കണം, ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. അതുകൊണ്ട് ഞാനൊരു പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിലില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനും കാണാനും ഒക്കെ പറ്റും കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ ബുക്കിന് പൈസ കൊടുക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പം ഇവിടുത്തെ ഇത്രയത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. അപ്പം നേരെ വിട്ടത് ദമാമിലേക്കായിരുന്നു. അവിടുന്ന് എനിക്ക് കുറച്ച് ബാഗും പിന്നെ ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ചപ്പലിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചെരുപ്പൊക്കെ ഞാൻ നോക്കി. ആദ്യം ഞാനൊരു വൈറ്റ് കളറായിരുന്നു എടുത്തത്. അപ്പം നാട്ടിൽ നല്ല മഴയാണല്ലോ, അപ്പം പിന്നെ ഞാൻ ഇതെടുത്തിട്ട് വെറുതെ വിചാരിച്ചു അത് നേരെ അവിടെ തന്നെ വെച്ചു. ഞാനൊരു ബ്ലാക്ക് കളർ ബാഗ് കൊടുത്തു. പിന്നെ അവിടുന്ന് ഡ്രസ്സ് ഉണ്ട്, ഞാൻ ഈ റെഡ് ടാഗ് കണ്ട സെയിം ഡ്രസ്സ് അവിടെ കണ്ടു. അപ്പോൾ അതൊന്നും നോക്കി, ചുമ്മാ ഒന്ന് നോക്കി. ഡ്രസ്സൊന്നും അവിടെ നല്ല വാങ്ങിയത്. അതിൻ്റെ നേരെ അപ്പുറത്ത് വേറൊരു ഷോപ്പുണ്ട്, അവിടുത്തെ ഒരു പർദ്ദ പോലത്തെ ഒരു സംഭവമാണ് വാങ്ങിയത്. അതും വാങ്ങിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തി നേരെ പേക്കാക്കൽ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് പേക്കാക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു, കാരണം ഞാൻ ട്രോളി എടുത്ത് ട്രോളിയിൽ എനിക്കൊരു നിലക്കും കൊള്ളുന്നില്ലായിരുന്നു എൻ്റെ സാധനങ്ങളൊന്നും. പിന്നെ അതെല്ലാം ഞാൻ അവിടെ ഇട്ട് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ട് ഞാനൊരു 2 പെട്ടി കിട്ടിയിട്ട് അതിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതും കൊണ്ടാണ് ഞാൻ തിരിച്ച് ഈ നാട്ടിലേക്ക് വരുന്നത്. വരുമ്പോൾ പിന്നെ നല്ലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി. ഉമ്മനും ഉപ്പനെയും ഭയങ്കര സങ്കടത്തോടെ അവിടെ ആക്കി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരിക കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ വോയിസ് ഓവറൊക്കെ നാട്ടിലെത്തിയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിൽ ഭയങ്കരമായിട്ട് ഈ മഴൻ്റെ സൗണ്ടും പിന്നെ ഈ ചീവീടിൻ്റെ സൗണ്ടൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വന്നു. പിന്നെ ഫുഡ് എത്രയായിട്ടും ആഡ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഒരു ഫുഡൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചതായിരുന്നു ചെയ്തത്. ഞാൻ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിഗോ ആട്ടോ. സോ അതിൽ കയറിയിട്ട് ഞാൻ നേരെ സൗദിനോട് ഒരു ബൈ പറഞ്ഞ് നല്ല എക്സൈറ്റിൽ നാട്ടിലേക്കാണ് വന്നത്. സൗദിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ എൻ്റെ ഉമ്മനെ പിന്നെ എനിക്കൊരു ഷിംബ എന്ന് പറഞ്ഞിട്ടുള്ള ഏകൊരു ക്യാറ്റ് അവനായിരുന്നു അവിടെ ഉള്ളത്, ഫ്രണ്ട്സായിട്ടും അല്ലാണ്ടും. അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ ഷിംബനെ എനിക്ക് മിസ് ചെയ്യുക. സോ അങ്ങനെ ഞാൻ കുറേ കാത്തുനിന്ന് നാട് ഇങ്ങോട്ട് എത്തുമ്പോൾ കുറേ ലേറ്റും അങ്ങനത്തെ സംഭവം കാണുമ്പോൾ കുറേ സന്തോഷം എനിക്ക്. ഇനി അങ്ങോട്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ലൈക്കും മറക്കണ്ട കേട്ടോ.